കോഴിക്കോട് കൊടിയത്തൂർ തോട്ടുമുക്കം പനമ്പിലാവ് പാലത്തിലൂടെയുള്ള ജനങ്ങളുടെ അപകടയാത്രയ്ക്ക് അറുതിയാകുന്നില്ല. ദിവസങ്ങൾക്ക് മുൻപ് കൈവരികളില്ലാത്ത ഇടുങ്ങിയ പാലത്തിൽ നിന്ന് തോട്ടിലേക്ക് വീണ കാറിൽ നിന്നും യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കൊടിയത്തൂർ തോട്ടുമുക്കം പനമ്പിലാവ് പാലത്തിലെ അപകടയാത്ര അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സാഹസികമായി മാത്രമേ ഇതിലൂടെ വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയൂ. പരാതികളെ തുടർന്ന് 2 വർഷം മുമ്പ് കൈവരികൾ സ്ഥാപിച്ചിരുന്നു. ഇതിൽ ഒരു വശത്തെ കൈവരികൾ കഴിഞ്ഞ വർഷത്തെ മഴയിൽ പുഴയിൽ പതിച്ചു. മറുവശത്തെ കൈവരിയിൽ പിടിച്ചാൽ അടർന്നു താഴെ വീഴുമെന്ന നിലയിലാണ്. വീണുപോയ കൈവരി പുനഃസ്ഥാപിക്കാൻ നടപടി ഉണ്ടായില്ല. കൈവരി വീണുപോയ ഭാഗത്തുകൂടിയാണ് ദിവസങ്ങൾക്ക് മുൻപ് കാർ പുഴയിൽ വീണത്. നമുക്ക് 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട തിരുവമ്പാടി എംഎൽഎയും ഏറനാട് എംഎൽഎയും ഒക്കെ ഉൾപ്പെട്ടുകൊണ്ട് 2 എംഎൽഎമാരും കൂടെ ശ്രമിച്ചിട്ടെങ്കിലും സർക്കാരിൽ നിന്ന് പരമാവധി ഇടപെട്ടിട്ട് ഇവിടെ ഒരു പാലം അത്യാവശ്യമാണ്. കഴിഞ്ഞ കൊല്ലം ഇത് ഞങ്ങൾ നിവേദനം കൊടുത്ത വകയിൽ കോഴിക്കോട് കളക്ടറാണ് ഇതിനു വേണ്ടി പൈസ വകയിരുത്തിയത്. ഇതുപോലെ ഇരിക്കുന്നതാണ്. ഇതുപോലെ തന്നെയായിരുന്നു. ഇതിപ്പോ കയറിട്ട് കെട്ടി വെച്ചിരിക്കുന്ന സ്ഥിതിയാണ്. 100 കണക്കിന് വിദ്യാർത്ഥികൾ നമ്മൾ 6 സ്കൂൾ ബസ്സുകൾ ഇതിൽ പോകുന്നുണ്ട്, 2 ലൈൻ ബസ്സുകൾ ഇതിൽ പോകുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് നാട്ടിലൊരു വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇരുഭാഗത്തും നല്ല വീതിയുള്ള റോഡാണ്. മധ്യത്തിൽ റോഡിന്റെ 1/3 വീതിയിലാണ് പാലമുള്ളത്. 3 മീറ്റർ വീതി മാത്രമുള്ള പാലത്തിലൂടെ ഒരു ബസ്സിന് വളരെ സൂക്ഷിച്ചാൽ കടന്നു പോകാനാകും. കക്കാടംപൊയിൽ ടൂറിസ്റ്റ് മേഖലയിലേക്കുള്ള പ്രധാന റൂട്ടായതിനാൽ 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി നിത്യവും കടന്നു പോകുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.